കേരളത്തിൽ കുറച്ചു നാളുകളായി പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അത് സംബന്ധിച്ചുള്ള കേസും അന്വേഷണവും അനന്തമായി നീണ്ടുപോകാൻ സാധ്യതയുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഏതാണ്ട് 11ഓളം പേരുൾപ്പെടുന്നതായ പ്രതിപട്ടികയിലെ ഓരോ പ്രതികളും ഓരോ ദിവസവുമായി ഇപ്പോൾ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള ഈ കേസിൽ പ്രത്യേകമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത്. ഈ ടീമിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർ കാലാകാലങ്ങളിൽ റിപ്പോർട്ടിന്റെ ചെറിയ രൂപങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നേരിട്ട് സമർപ്പിക്കണം എന്ന് കോടതി അനുശാസിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് സംബന്ധിച്ചുള്ള ചെറിയ റിപ്പോർട്ടുകൾ ഈ SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, നാളിതുവരെയായി ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് SITക്ക് കഴിയാതെ പോകുന്നു. അങ്ങനെ കഴിയാതെ പോയതിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസിലെ പ്രതികൾ ഓരോന്നോരോന്നായി ഇപ്പോൾ ജാമ്യം തേടി, സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ഒടുവിൽ ഇന്നിറങ്ങിയത് ഈ കേസിൽ ഏറ്റവും അധികം വിവാദം ഉണ്ടാക്കിയ ഒന്നാം പ്രതിയായിട്ടുള്ള ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. നേരത്തെ ശ്രീ മുരാരി ബാബുവും മറ്റൊരു ഉദ്യോഗസ്ഥനും ഇതുപോലെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസിലെ ഒന്നാം പ്രതിയും ഈ കൊള്ളയ്ക്ക് ഏറ്റവും അധികം പങ്കാളിത്തവും ഉള്ളതായ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. സ്വാഭാവിക ജാമ്യം എന്ന് പറയുന്നത് 90 ദിവസത്തിനകം പ്രതികൾക്കെതിരായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നില്ല എങ്കിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ നിയമപരമായി അവകാശമുണ്ട് എന്ന വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വലിയ വിദഗ്ധന്മാർ ഉൾക്കൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ ടീമിന് എന്തുകൊണ്ട് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കുറ്റപത്രം പോലും ഇതുവരെ കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഈ പ്രധാനപ്പെട്ട പ്രതികളൊന്നും ഇപ്പോഴും പുറത്തിറങ്ങുകയില്ലായിരുന്നു. ഇനിയും നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ചിത്രം, ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്നതായിട്ടുള്ള മുൻ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ ശ്രീ A. പത്മകുമാറും ശ്രീ N. വാസുവും ഏതാനും ദിവസങ്ങൾക്കകം പുറത്തു വരും. അങ്ങനെ 11 പ്രതികളിൽ ഇതുവരെ കസ്റ്റഡിയിലായിരുന്ന മുഴുവൻ പ്രതികളും കസ്റ്റഡിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ കേസ് ഏതു തരത്തിൽ പോകുമെന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിനെല്ലാം വളരെ ശക്തമായിട്ടുണ്ട് എന്നതാണ് പരമാർത്ഥം. കാരണം ഈ പുറത്തിറങ്ങുന്ന ആളുകളൊന്നും നിസ്സാരന്മാരല്ല. അത് ഇറങ്ങാനായി എല്ലാം റെഡിയായിരിക്കുന്ന ഒരു മുൻ ദേവസ്വം പ്രസിഡന്റ് എന്ന് പറയുന്ന ശ്രീ A. പത്മകുമാർ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പാർട്ടിയിലെ ഒരു സീനിയർ നേതാവാണ്. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നോമിനിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ N. വാസുവും വളരെ വൈകാതെ തന്നെ പുറത്തിറങ്ങാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടി ഏറ്റെടുക്കും. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് മേൽ ഇപ്പോൾ സംശയിക്കപ്പെടുന്നതായിട്ടുള്ള സമ്മർദ്ദം കുറെ കൂടെ ശക്തിപ്പെടുകയും ഈ കേസ് ക്രമേണ ദുർബലമായി പോവുകയും ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ഇവിടെ കട്ടിളപ്പാളി മോഷണം, അതുപോലെ തന്നെ വാതിൽപ്പാളി മോഷണം, ദ്വാരപാലക ശില്പ മോഷണം, ഇങ്ങനെ വിവിധ വകുപ്പുകളിലാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. അതിലൊരു വകുപ്പിലെ കേസ് അനുസരിച്ച് നേരത്തെ തന്നെ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതാണ്. എന്നാൽ രണ്ടാമതൊരു കേസ് കൂടെ അയാളുടെ മേൽ ചുമത്തിയപ്പോഴാണ് അയാൾക്ക് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നത്. എന്നാൽ ആ കേസിലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു, അയാൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നാം കാണേണ്ടതായിട്ടുള്ള കാര്യം, ഈ SIT എന്ന് പറയുന്ന അന്വേഷണ കമ്മീഷൻ എത്ര കാലം ഈ തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകും? ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിനായിട്ട് എന്തെങ്കിലും കാലപരിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർണയിച്ചിട്ടുണ്ടോ?
ഈ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ കമ്മീഷന്റെ കാലാവധി നീട്ടിക്കൊടുത്തു ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അങ്ങനെയുള്ള ഒരു അനന്തമായ നീട്ടിക്കൊടുക്കലിലൂടെ ഈ കേസ് അന്വേഷണം പോവുകയാണെങ്കിൽ അനധിവിദൂര ഭാവിയിൽ ഒന്നും ഈ കേസ് തെളിയിക്കപ്പെടാൻ പോകുന്നില്ല. കുറ്റാരോപിതർ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവുകയില്ല. കേരളത്തിന്റെ ചരിത്രത്തെ, ഒരുപക്ഷെ ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഇതുപോലെ ഒരു ആരാധനാലയങ്ങളിൽ ശതകോടികളുടെ സ്വർണ്ണ കൊള്ള നടക്കുന്നത്. അമ്പലം വിഴുങ്ങികൾ എന്ന് ആക്ഷേപിക്കപ്പെട്ടതായിട്ടുള്ള പ്രധാനികളൊക്കെ ഉൾപ്പെടുന്ന ഇതുപോലെ ഒരു കേസ് ശബരിമല വിശ്വാസികളെ ആകെ വൈകാരികമായി ബാധിച്ചിരുന്നു എന്നതും പരമമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടും ഇത്രയും ഗൗരവമായ ഒരു വിഷയമായിട്ടും ഈ അന്വേഷണ കമ്മീഷന്റെ പുരോഗതി ആഗ്രഹിക്കത്തക്ക വേഗത്തിലല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള അവസ്ഥ. ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്ര കാലം കൊണ്ട് ഈ പ്രതികളെ ശിക്ഷിക്കാനായി സാധിക്കും? മാത്രവുമല്ല, ഇവിടെ നാം കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടതായ അപകടം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുറത്തിറങ്ങിയവരും പുറത്തിറങ്ങാൻ കാത്തു നിൽക്കുന്നവരും ഒക്കെ നല്ല സ്വാധീനമുള്ളവരാണ്. അപ്പോൾ അവർ വിചാരിച്ചാൽ വളരെ നിസ്സാരമായി ഈ കേസിന്റെ തെളിവുകൾ നശിപ്പിക്കാനായി സാധിക്കും. ഇത്രയും കാലം അന്വേഷണം നടത്തിയിട്ടും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഒരു അംശം പോലും കണ്ടെത്താനായി സാധിച്ചില്ല. മുൻപ് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞതാണ്, ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടതായ സ്വർണം മുഴുവൻ രൂപാന്തരപ്പെടുത്തി ആഭരണങ്ങളായും മറ്റു വസ്തുക്കളായും കടലും കടലാടിയും കടന്ന് വിദേശ രാജ്യത്തേക്ക് വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എത്ര വിദഗ്ധരായിട്ടുള്ള അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തിയാലും ഈ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം അതേപടി തൊണ്ടിയായി മടങ്ങി വരികയില്ല എന്നുള്ളത് പരമമായിട്ടുള്ള ഒരു സത്യമാണ്. അവിടെ ഇവിടെയൊക്കെ ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലുള്ള ഓഫീസിൽ നിന്ന് ചില ഗ്രാമുകളൊക്കെ പിടിച്ചെടുത്തു എന്നൊന്നും പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ട സ്വർണമല്ല. അതൊക്കെ ഈ ചെമ്പ് പാളികളിൽ പൂശിയതായ സ്വർണം വേർതിരിച്ചെടുത്തു. അതിനിടയിലാണല്ലോ ഈ വേർതിരിച്ച സ്വർണത്തിന്റെയും ചെമ്പ് പാളിയുടെയും ഒക്കെ രാസപരിശോധന നടത്താനായി ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള VSSCയുടെ തുമ്പയിലുള്ള ലാബറട്ടറിയിൽ പരിശോധനകൾ നടത്തിയത്. അതിന്റെ ഫലവും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. അത് വരുമ്പോൾ തന്നെ അവർക്ക് ഈ നഷ്ടപ്പെട്ടതായ സ്വർണത്തിന്റെ അളവ് നിശ്ചയിക്കാനോ അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയാനോ ഒന്നും സാധ്യമല്ല. അത് വെറും ഒരു സാങ്കേതികമായ പരിശോധന മാത്രമാണ്. അതുകൊണ്ടും ഈ കേസ് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കരുതുക വയ്യ. ഇപ്പോൾ ഈ അടുത്ത സമയത്തും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്വേഷണത്തിന്റെ കാര്യത്തിൽ സംതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചു. ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്നെ ഡിവിഷൻ ബെഞ്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷകളൊക്കെ ഒരു സിംഗിൾ ബെഞ്ചിന്റെ മുൻപിലേക്ക് പോകുന്നുണ്ട്. സിംഗിൾ ബെഞ്ച് ചില നിരീക്ഷണങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട കക്ഷികളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഒരു ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന KP ശങ്കരദാസിനെ വളരെ വൈകി അറസ്റ്റ് ചെയ്തു. എന്നാൽ അവരൊക്കെ ഇപ്പോൾ താമസിയാതെ ജാമ്യം ലഭിച്ച് പുറത്തു പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മളിവിടെ കാണേണ്ടതായിട്ടുള്ള ഈ കേസിന്റെ പരിസമാപ്തി അസന്നിഗ്ധമായിരിക്കും, അല്ലെങ്കിൽ അവ്യക്തമായി മുന്നോട്ട് പോകുന്നു. എത്രയെല്ലാം കാര്യക്ഷമമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്വേഷണ സംഘത്തിന്റെ നടപടികളെ കുറിച്ച് നിരീക്ഷിച്ചാലും അന്വേഷണം നടത്തുന്ന സമിതിക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കോടതിയും സൂചിപ്പിക്കുന്നു. അതുപോലെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനൊക്കെ കാലതാമസം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു. അങ്ങനെ വരുമ്പോൾ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം ആശ്വാസകരമാണ്. എന്തു വന്നാലും ഇതിൽ പ്രതികളായിട്ടുള്ളവർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന ഒരു നിരീക്ഷണവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കോടതിയുടെ മുൻപിൽ കേസായി വരുമ്പോൾ, തെളിവുകൾ ഹാജരാക്കപ്പെടുമ്പോൾ അതിൻ്റെയൊക്കെ ഏത് രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്? കാരണം ഭീമമായ തുക മുടക്കി വലിയ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരെ സുപ്രീം കോടതിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വാദിക്കാൻ പ്രാപ്തിയുള്ളവരാണ് പ്രതിപട്ടികയിലുള്ളവർ. അങ്ങനെയൊക്കെ വരുമ്പോൾ കേസ് ഏത് ദിശയിലേക്ക് പോകുമെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. എന്തായാലും അന്വേഷണത്തിന്റെ ഈ ഒരു ഗതിവേഗം എത്രമാത്രം ആശ്വാസകരമാണ് എന്ന് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം
ഇനി 2 മാസങ്ങൾക്കകം കേരളത്തിൽ ഒരു പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നിലവിലുള്ള ഭരണ സംവിധാനം സ്വാഭാവികമായി ഈ കേസിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് ബന്ധപ്പെട്ട ആളുകളെ രക്ഷിക്കാനും അങ്ങനെ സ്വയം മുഖമിരിക്കാനും ശ്രമിക്കും. അപ്പോൾ എന്താണ് ഇനിയും വരും ദിവസങ്ങളിൽ ഈ കേസിന് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. കാരണം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരത്തിൽ വരുന്ന സർക്കാർ ഈ കേസിനോട് ഏത് തരത്തിലുള്ള സമീപനമാണ് നടത്തുന്നതെന്നുള്ളത് വളരെ നിർണായകമാണ്. അന്വേഷണ കമ്മീഷനിൽ ഇപ്പോൾ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാവി എന്തായിരിക്കും, അതേ കമ്മീഷൻ തന്നെ തുടരുമോ, മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് പുതിയ സർക്കാർ വരുമ്പോൾ അവിടെയൊക്കെ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങളും മാറ്റങ്ങളും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും.